കണ്ടോ? നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടിയാക്കാൻ, താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി നിങ്ങൾക്ക് മുടി ഇങ്ങനെ എന്താ പറയുക, കാട് പോലെ വളരാൻ പെട്ടെന്ന് വളരും കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ചെയ്ത് നോക്ക്. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടാലറിയും. കണ്ടല്ലോ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏത് മുടി കൊഴിച്ചിലും നിങ്ങളെ സ്വിച്ചിട്ട് പോലെ നിൽക്കും. കാരണം നമ്മൾ ചെറിയ ഉള്ളിയാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. ധാരാളം സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ? നമ്മളെ കൊച്ചുള്ളിയിൽ നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലത് വലിയ ഉള്ളിയേക്കാളും കുറച്ചും കൂടിയും ഗുണം കൂടി നമുക്ക് കൊച്ചുള്ളി എടുത്താൽ. അപ്പോൾ എല്ലാവരും കൊച്ചുള്ളി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികളായിട്ട് പറയണു മുടിയിൽ അമ്മയെ തലയോട്ടിയിൽ മുടിയേ നിൽക്കണില്ല എന്ന്. അപ്പോൾ എൻ്റെ മകൾക്കാണ് ഞാൻ അനുഭവം പറഞ്ഞത്. അവൾ പ്രസവം കഴിഞ്ഞിട്ട് മുടി പറ്റ കൊഴിഞ്ഞു. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞ സമയത്ത് ഞാൻ അവളുടെ മുടി വീണ്ടും കിളിർത്ത് നല്ല ഗ്രോത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഈ കൊച്ചുള്ളിയും കറ്റാർവാഴ അടുത്തത് നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതാ വേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ കറ്റാർവാഴയുടെ 2 പുറത്തേയും ചെത്തി കളഞ്ഞതിന് ശേഷം നടുവിലെ പൾപ്പ് എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാം. ഈ 2 പുറം ചെത്തി അതുപോലെ മൂട്ടിലത്തത് ഞാൻ ഇന്നലെ വെട്ടിക്കൊടുന്ന് വെച്ചിരുന്നു. ആ കറയൊക്കെ പോയിക്കണം കേട്ടോ. കണ്ടില്ലേ? അപ്പം നമുക്ക് ഇതെന്താ വേണ്ട വെച്ചാൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഇനി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. നമ്മളെ കൊച്ചുള്ളിയും നമ്മളെ കറ്റാർവാഴയും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു. പക്ഷേ ഇത് ഇങ്ങനെ വാരി തേക്കുന്നവരുണ്ട്. കുളത്ത് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വാരി തേക്കുക, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഒലിമ്പി കളയാം. പക്ഷേ ബാത്റൂമിൽ കുളിക്കുമ്പോൾ നിങ്ങളിത് നന്നായിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ. അപ്പം നമുക്കിവിടെ ബാത്റൂമിലാണ് കുളിക്കണത്. അപ്പം നമുക്കിത് നന്നായിട്ട് അരിച്ചിട്ട് വരാം. അപ്പം നിങ്ങളിങ്ങനെ ഒരു ഈരഴ തോർത്തിൻ്റെ എടുത്തോളൂ കേട്ടോ അരിക്കാൻ. അല്ലെങ്കിൽ ഷോളുള്ളവർ അങ്ങനെ എടുത്തോളൂ. അല്ലാതെ നമ്മളെ ചായയുടെ അരിപ്പയിൽ ഇത് അരിക്കണ്ട. ഇതിങ്ങനെ പോരില്ല കേട്ടോ. ചായയുടെ അരിപ്പയിൽ ഇത് ചോരില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ഈരഴ തോർത്തിൻ്റെ എടുക്കുക. എന്നാൽ തന്നെ കണ്ട കറ്റാർവാഴയുടെ ജ്യൂസ് കണ്ട വരുന്നത്. നമ്മളൊരു വലിയൊരു തണ്ട് എടുത്തോളൂ. ഏതായാലും നമ്മൾ തലയത്തേക്കല്ലേ കേട്ടോ പിശുക്കണ്ട. നല്ലൊരു തണ്ട് ഞാൻ ആ തണ്ട് മുഴുവനായിട്ട് അരച്ചു കേട്ടോ. ഞാൻ പളുപ്പല്ല എടുത്തത്. അത് ഇങ്ങനെ 2 പുറം ചെത്തിയിട്ട് കഴുകിയിട്ട് ഞാൻ നന്നായിട്ടാണ് അരക്കുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മഞ്ഞക്കറ ഇടരുത് കേട്ടോ. അപ്പോൾ മഞ്ഞക്കറ നമുക്ക് ചൊറിയും ചിലവർക്ക്, അത് ഒരു സുഖമില്ല. അപ്പോൾ നിങ്ങൾ മഞ്ഞക്കറ നല്ലോന്ന് തലേ ദിവസം വെട്ടി വെച്ചാൽ മതി. വീട്ടിലുള്ളവരെ ഈ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങണ അലോവേര ജെല്ല് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വാങ്ങാച്ചാലും കളറില്ലാത്തുണ്ടല്ലോ, പച്ച കളറല്ലാതെ വെള്ളം ഉണ്ടല്ലോ, അത് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ തലയിൽ തേക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ കുറച്ച് എണ്ണയും കൂടി ചേർക്കണം കേട്ടോ. നിങ്ങൾ തേക്കണ ഏത് എണ്ണ വെച്ചാലും ചേർക്കാം. കണ്ടോ? ഒരു ടീസ്പൂണോളം നിങ്ങളിതിൽ ചേർക്കണം കേട്ടോ. അപ്പം നിങ്ങൾ മുടി നന്നായിട്ട് കൂടൊക്കെ കളഞ്ഞാൽ മതി. അല്ലാതെ എന്നിട്ട് മുടിയിൽ എണ്ണ തൊട്ട് വരട്ടണ്ട. ഇതാണ് തേച്ചാൽ മതി. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് തേച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ നോർമൽ കുടിയാട്ടോ. അപ്പോൾ ഇതിൽ ഏതെണ്ണയാണ് അമ്മ വെളിച്ചെണ്ണ ഞങ്ങൾ തേക്കണ എണ്ണ എന്നൊക്കെ പറയണ്ട. അമ്മ ഇട്ട എണ്ണ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ രാജീവ് വക്സിൽ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടവർക്ക് അമ്മ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് രാജി കേശ സഞ്ജീവനി എന്നാണ്. അപ്പോൾ രാജീസ് കേശ സഞ്ജീവനി. അപ്പോൾ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 96 56 16 29 90. അപ്പോൾ എൻ്റെ മോളുടെ മുടിയൊക്കെ കൊഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇത് തേച്ചിട്ടാണ് ഞങ്ങളെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നന്നായിട്ട് ഗ്രോത്തിൽ വളർന്നു കേട്ടോ. എനിക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഓർഡർ എടുത്തോളൂ കേട്ടോ. അപ്പോൾ വേണ്ട സൗകര്യം വഴി നിങ്ങൾക്ക് വീട്ടിൽ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും ഇത് തനിയെ തേക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് എണ്ണയാണെങ്കിലും കുറച്ച് കൂട്ടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ അത് തേക്കാൻ. ഇത് നിങ്ങൾ തോലുണ്ടെങ്കിൽ ഇഴകളിൽ തേക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളിത് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്കിത് മുടിയിൽ തേക്കാം. പ്രസവിച്ചിട്ട് മുടി നന്നായി കൊഴിഞ്ഞു പോയിട്ടോ. അപ്പം ഞാനുള്ള എണ്ണല്ലേ, ആ എണ്ണയുടെ കൂട്ടും അതുപോലെ തന്നെ അവൾക്ക് കറ്റാർവാഴ, ചെറിയ ഉള്ളി, ആ എണ്ണ അത് കൂട്ടിയിട്ടാണ് അവൾക്ക് ആഴ്ചയിൽ 2 ദിവസം തേക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് നന്നായിട്ട് കട്ടിയിൽ വളർന്നു. കണ്ട മുടി പിടിച്ച ഒതുങ്ങാത്ത അത്രയും വണ്ണത്തിലാണ് വന്നത്. കണ്ടല്ലോ? നല്ല കൊഴിഞ്ഞു തീർന്ന മുടിയാണ് കേട്ടോ. അപ്പോൾ നല്ല വണ്ണത്തിൽ വളർന്നു. അപ്പോൾ എൻ്റെ മുടിയേക്കാളും കൂടുതൽ മോൾക്കാട്ടോ മുടി. അപ്പം നമുക്കിത് തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവളിത് എന്നും ഇവിടെ വന്നാൽ 2 പ്രാവശ്യം ആഴ്ചയിൽ തേക്കും കേട്ടോ. എല്ലായ്പ്പോഴും അവൾ തേക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു മസാജ് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ മുടിയിലേക്ക് ഒരു പിടിക്കുള്ളൂ. അപ്പം നിങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ ഇഴകളിലും തേക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് നിങ്ങൾ മസാജ് കൊടുക്കുക മുടിയിൽ. എന്നിട്ട് നിങ്ങളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. അപ്പോൾ മോളുടെ തലയിലപ്പം ഞാനിത് കാണിച്ചത് കേട്ടോ. അവൾ ഇത് ഇവിടെ വന്നാൽ എന്നും തേക്കണ്ട. അപ്പം ഒരു വീഡിയോ ആക്കാൻ എല്ലാവർക്കും കാണും ചെയ്യാലോ വിചാരിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ അവൾ കുളിക്കും.
സാധാരണ നമ്മളെ കുളിമുറിയിൽ. അപ്പോൾ എല്ലാവരും അരിച്ച് തേക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെ മുടിയിൽ നിന്ന് അത് പോയില്ലെങ്കിൽ താരൻ കൂടുക ചെയ്യുക. ഇങ്ങനെ തേക്കുമ്പോൾ നമ്മളെ മുടിയിലെ താരനൊക്കെ പോയി മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കിയായി വളരും. മനസ്സിലായില്ലേ? കറുത്ത് പോഞ്ഞാൽ നമ്മളെ സൾഫർ നല്ല ഉണ്ടാവുകൊണ്ട് ചെറിയുള്ളി അത്യുത്തമമാട്ടോ മുടിയിലേക്ക്. കറ്റാർവാഴയും കൂടി കൂട്ടിയാൽ പറയാനില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എണ്ണ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ വാട്സപ്പ് നമ്പറിലേട്ടോ 96 56 16 29 90. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.